ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ബനാന ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. 2-3 ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ കീറി ഒരു പാനിലെ ബട്ടറിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി തിളയ്ക്കുമ്പോൾ സൈഡ് മറിച്ചിട്ട് ഒന്ന് ഇളക്കുക. ഏകദേശം ഒരു പാകമെത്തി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് അല്പം തേങ്ങ ചിരണ്ടിയതും ശർക്കര പൊടിച്ചതും കൂടി ഇടുക. കുറച്ചു നേരം ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ അല്പം തേനും ഒഴിച്ചിട്ട് ഇളക്കി പിന്നീട് വാനില ഐസ്ക്രീം മുകളിലേക്കിട്ട് അല്പം കഴിച്ചാൽ ആഹാ എന്താ ടേസ്റ്റ്! ഇതാണ് മോഹൻലാലിൻ്റെ പ്രസിദ്ധമായ ബനാന ഡെസേർട്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.